രാഷ്ട്രീയത്തിൽ അതിനാടകീയമായ ഒരു ദിശാമാറ്റം സൃഷ്ടിച്ച് 16 വർഷത്തിനു ശേഷം പ്രഖ്യാപിച്ച NSS SNDP സാമുദായിക ഐക്യനീക്കം ഇതാ 9 ദിവസത്തിനുള്ളിൽ തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. സാമുദായിക ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് പറഞ്ഞ നേതാക്കൾ, തുഷാർ വെള്ളാപ്പള്ളി മകനെ പോലെ എന്ന് പറഞ്ഞ അതേ NSS ജനറൽ സെക്രട്ടറി ഇന്ന് തുഷാറിനെ പറ്റി പറഞ്ഞത് രാഷ്ട്രീയ ദൂതൻ എന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞത് താൻ പ്രമേയം പാസാക്കി എന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഹൈഫാവി പരിശോധിക്കുന്നു, പൊളിഞ്ഞത് പത്മയിലോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2026 ജനുവരി മാസം 18 കൃത്യം 9 ദിവസങ്ങൾക്ക് മുൻപ് കേരളമാകെ കേട്ടു ആ ഐക്യ കാഹളം. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരേ സ്വരത്തിൽ സാമുദായിക ഐക്യത്തിന് ആഹ്വാനം ചെയ്തു. ഇതോടെ 16 വർഷത്തിനു ശേഷം NSSഉം SNDPയും കൈകോർക്കുന്നുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ ഇന്ന് ആ കൈകോർക്കലിലെ അപകടം NSS തിരിച്ചറിഞ്ഞിരിക്കുന്നു. BJP മുന്നണിയായ NDAയുടെ പ്രമുഖ നേതാവായ തുഷാർ തിരഞ്ഞെടുപ്പ് കാലത്ത് സാമുദായിക ഐക്യദൂതുമായി എത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുകുമാരൻ നായർ ഈ പിന്മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ ചായ്വുകൾ സംഘടനയുടെ സ്വതന്ത്ര നിലപാടിനെ ബാധിക്കുമെന്നും സമദൂരമെന്ന ആശയത്തിന് വെല്ലുവിളിയാണെന്നും NSS തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതികരണത്തിലേക്കാണ് സുകുമാരൻ നായരുടെ. രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാളുടെ ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞു വിടുക. അതാണ് എന്തോ ഒക്കെ ഒരു ഇത് എൻ്റെ പിന്നിലുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിനൊരു രൂപരേഖ വേണ്ടേ? അതൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾ ഐക്യത്തിലൊന്നും ആയില്ല. അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് വന്നത് അപ്പോഴേ തന്നെ അതൊരു വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത്. ഇപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോന്നാന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇത് അടഞ്ഞ അധ്യായമാണ്, സംശയമില്ല. യെസ്, അതെ, അത് ഒരു അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു വെക്കുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി. അങ്ങനെ ഐക്യത്തിൽ നിന്നും പിന്മാറി. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ എന്താകുമെന്നതിൽ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. കാരണം VD സതീശനോടുള്ള നിലപാടുകളിൽ പെരുന്നയിൽ നിന്നും ഇനിയൊരു പുനർചിന്തനം ഉണ്ടാകുമോ എന്നതും നമ്മൾ കാത്തിരുന്നറിയേണ്ടതുണ്ട്. ഐക്യനീക്കം പാളിയതിന് പിന്നാലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. VD സതീശന്റെയും K മുരളീധരന്റെയും. അവർ കൂടിച്ചേരാൻ തീരുമാനിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് നല്ലതാണ്, കൂടിച്ചേരുന്നത് നല്ലതാണ്. സൗഹൃദങ്ങൾ, വിവിധ സമൂഹങ്ങൾ തമ്മിൽ, വിവിധ സമുദായങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ അവർ യോജിച്ച് പ്രവർത്തിക്കണ വേണ്ടെന്ന് അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ UDFും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കാറുമില്ല. ചെയ്തിട്ടുകളെന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അതിൽ അത്ര താല്പര്യവും കാണിച്ചിട്ടില്ല. കാരണം താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടും എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ സജീവ ചർച്ചയായിട്ട് വന്നിരുന്നു. ഒരുപക്ഷെ ആ ചർച്ചയായിരിക്കാം NSSനെ ഇങ്ങനെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, NSS നേതൃത്വം ഒരു കാലത്തും BJPയുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. വിശകലനങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ. ബിനിൽ, ലീല സാബുവും ആസിഫും റെഡിയാണ് വിശകലനങ്ങളുമായി. ആദ്യം ബിനിലിലേക്ക് പോവുകയാണ്. കാരണം ഈ വാർത്താ സമ്മേളനം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ഈ വാർത്ത ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതും ഒക്കെയും ബിനിലാണ്. ബിനിലെ ആദ്യ സ്റ്റെപ്പ് വച്ചപ്പോൾ തന്നെ ഐക്യം പാളിയിരിക്കുന്നു. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യത്തിനായി അയക്കേണ്ട എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഇതേ സുകുമാരൻ നായർ തന്നെ 9 ദിവസം മുൻപ് പറഞ്ഞത് NDA നേതാവായ തുഷാർ മകനെ പോലെയാണെന്നാണ്. അപ്പോൾ തുഷാറിന്റെ NDA ബന്ധമാണ് വിഷയമെന്ന് ഈ ഘട്ടത്തിൽ പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുമോ? ഒന്ന്. ഇനി രണ്ടാമത്തേത്, ഡയറക്ടർ ബോർഡ് ഐക്യത്തെ അംഗീകരിക്കുമെന്ന് അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അപ്പോൾ ഐക്യപാതയിൽ നിന്നും വഴിമാറാനുള്ള ശരിക്കും കാരണം ഈ NDA വരുന്നതാണോ, അതോ ഡയറക്ടർ ബോർഡിലെ പിന്തുണ പൂർണ്ണമായി ലഭിക്കാത്തതാണോ, അതോ ഇതിനൊക്കെയും പുറമെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനൊരു പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു, ഈ പത്മയിലെ ഉടക്കാണോ ബിനിൽ? നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്?
സേതു, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതായത് ഇങ്ങനെ എല്ലാ കാലത്തും NSS എടുക്കുന്ന നിലപാട് സമദൂര നിലപാടാണ്. ചിലപ്പോഴൊക്കെ സമദൂരത്തിൽ ശരിദൂരം എന്ന് പറയുമ്പോൾ പോലും ആ സമദൂര നിലപാടിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് NSS ചെയ്യുന്നത്. അതിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാടിലേക്ക് പോകും എന്ന ഒരു വിലയിരുത്തലുണ്ടാകും, അല്ലെങ്കിൽ അത്ര വിമർശനങ്ങൾ ഉണ്ടാകും എന്ന ഘട്ടത്തിലാണ് ഒരു പിന്നോക്കം പോകൽ ഇപ്പോൾ NSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സേതു പറഞ്ഞതുപോലെ 9 ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഈ കൂടിച്ചേരൽ, അല്ലെങ്കിൽ ഈ ഐക്യം, അത് വേണം, അത് ഉണ്ടാകണം. പിന്നീട് ഇത് NSSന്റെ ഡയറക്ടർ ബോർഡിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവരുടെ ജനറൽ സെക്രട്ടറിമാർ എടുക്കുന്ന തീരുമാനം അത് ഏകദേശം അംഗീകരിച്ച് പോവുകയാണ് സാധാരണ ഘട്ടത്തിൽ ചെയ്യുക. പക്ഷേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ചില രാഷ്ട്രീയ സാഹചര്യം മാറുകയുണ്ടായി. അതായത് ഒന്ന്, ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി NSS പോകുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ടായി, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തേക്ക് വരുന്നു. മറ്റൊന്ന്, BJPയുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ NDAയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ NSSന്റെ ഒരു പിന്തുണ ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന സാഹചര്യം വരും. നിലവിൽ നേരത്തെ 9 ദിവസങ്ങൾക്ക് മുമ്പ് ആ വാർത്താ സമ്മേളനത്തിൽ അന്നും തുഷാർ വെള്ളാപ്പള്ളി NDA നേതാവാണ്, അദ്ദേഹം മാറിയിട്ടൊന്നുമില്ല. ആ സമയത്ത് പറഞ്ഞത് തുഷാർ വന്നാൽ മകനെ പോലെ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അവിടെ NDA നേതാവായ തുഷാർ വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ വിലയിരുത്തുമോ എന്ന ഒരു സംശയം അതുകൂടി കണക്കിലെടുത്താണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു പിന്നോക്കം പോകൽ NSSന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത് സുകുമാരൻ നായർ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു, അത് ഐക്യകണ്ഠേന അംഗീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് NSS. പ്രത്യേകിച്ച് പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്തു, അതിൽ കൃത്യമായി തന്നെ സർക്കാരിന് അനുകൂലമായി സംസാരിച്ചു. അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സമദൂരമാണ്, പക്ഷേ ആ സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ടെന്ന് പറഞ്ഞു. അത് സർക്കാർ അനുകൂല നിലപാടിലേക്ക് പോയി. പിന്നീട് പക്ഷേ പല NSS കരയോഗങ്ങളിലും വലിയ വിമർശനം അദ്ദേഹം നേരിട്ടു. പോസ്റ്റർ യുദ്ധം നമ്മൾ കണ്ടതാണ്. അവിടെ ഒറ്റുകാരനായ സുകുമാരൻ നായർ വിമർശനമാണ് നേരിട്ടത്. അതും കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിന്നോക്കം പോകൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഈ VD സതീശനെ അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നു, അതോടൊപ്പം കോൺഗ്രസിനെ വിമർശിക്കുന്നു, BJP വിമർശിക്കുന്നു. പക്ഷേ പിന്നീട് ഇടതുപക്ഷത്തേക്ക് അനുകൂലമായി നിൽക്കുന്നു. ഇപ്പോൾ തുഷാർ വരുമ്പോൾ അത് NDAക്ക് അനുകൂലമാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സമദൂരം എന്ന നിലപാടിൽ, അടിസ്ഥാന മൂല്യമായ സമദൂരം നിലപാടിൽ നിന്ന് പിന്നോക്കം പോകലുണ്ടായി, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് വിമർശനം വരും. അതുകൊണ്ടാണ് ഈ നിലപാടിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഐക്യ നീക്കം പാളിയിരിക്കുന്നു. ആസിഫെ, ഇനിയിപ്പം അറിയേണ്ടത് ഈ രാഷ്ട്രീയ നിലപാടാണ് NSS സ്വീകരിച്ചു വരുന്നത്. ഇപ്പം എല്ലാ പാർട്ടികളുമായി സമദൂരം എന്നാണ് NSSന്റെ വാർത്താക്കുറിപ്പ്. ഞങ്ങൾ UDFും കോൺഗ്രസും സമുദായ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടാറില്ല എന്നാണ് ഐക്യനീക്കം പാളിയതിന് പിന്നാലെ നമ്മൾ തൊട്ട് മുൻപ് കേട്ട VD സതീശന്റെ പ്രതികരണം. അപ്പം ഈ ഐക്യം പാളിയത് ആർക്കാണ് ആസിഫെ രാഷ്ട്രീയ നേട്ടം, ആർക്കാണ് രാഷ്ട്രീയ നഷ്ടം? തീർച്ചയായും ഈ ഐക്യം പാളിയത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടത് ഈ ഐക്യം അത് ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള വലിയ ചർച്ചകളുണ്ടായിരുന്നു. കാരണം അത് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ട് നേതാക്കളും പറഞ്ഞ ചില വാക്കുകൾ എടുത്തുകൊണ്ടായിരുന്നു അത് ഇടതുപക്ഷത്തിന് അനുകൂലമായുള്ളൊരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ ഈ ഐക്യ ചർച്ചകൾ മുന്നോട്ട് പോയ സമയത്ത് അത് കൃത്യമായും BJPക്ക് ഗുണകരമാകാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ടത് BJP നേതാക്കൾ തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിക്കുന്നു. ഈ ഒരു ഐക്യ നീക്കത്തിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പൊതുവെ ഏറ്റവും ഒടുവിൽ സുകുമാരൻ നായർ അതിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും അത് ആ രീതിയിലൊരു പ്രഖ്യാപനം വരികയും ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഇത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇന്ന് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം VD സതീശനെ കടന്നാക്രമിച്ച സുകുമാരൻ നായർ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ നടത്തിയ വിമർശനങ്ങളെ അദ്ദേഹം അത് താൻ തന്നെ നടത്തിയ വിമർശനങ്ങളെ അത് തള്ളിക്കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രത്തോളം കടന്നുള്ള വിമർശനം നടത്തിയിട്ടില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ഒരു സമദൂര നിലപാടിൽ നിന്ന് NSS പിന്നോട്ട് പോകുന്നു എന്നുള്ള വലിയൊരു വിമർശനം ശക്തമാകുന്നു. മാത്രമല്ല ശബരിമല വിഷയത്തിലടക്കം അത് സമദൂരത്തിലെ ശരിദൂരമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് NSS പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അത് പിന്നീട് ആ ശബരിമല വിഷയത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശരിദൂരം മാത്രമായിരിക്കും NSS മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് ഈ ഐക്യചർച്ചകൾ സജീവമായത്. ഐക്യചർച്ച എന്ന് പറയുന്നത് അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു യോജിപ്പ് എന്നതിലേക്ക് പോലും ചർച്ചകൾ വരികയും 50കളിൽ ഉണ്ടായിരുന്ന ഒരു യോജിപ്പ് പോലെയുള്ള ഒരു യോജിപ്പിനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ചർച്ചകൾ വരുന്നു. അത് അത്യധികമായി സംഘപരിവാർ രാഷ്ട്രീയത്തെ സഹായിക്കാനുള്ള നീക്കമാണ് എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഈ പിന്മാറ്റം. ആ പിന്മാറ്റം സ്വാഭാവികമായും അത് BJPക്ക് അത് ഒരുപക്ഷെ അവർ ഉന്നം വെച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പിന്മാറ്റമായി
തന്നെ നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഈ ഒരു രീതിയെ സമീപിച്ച് നമ്മൾ എടുത്തു പറയണം. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എടുത്തു പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിലും BJP-യുമായി ഐക്യമുണ്ടാക്കാത്ത സംഘടനയാണ് NSS എന്ന അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടിയാണ് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഓക്കെ ആസിഫേ, ശരി.